ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഇൻഡിജേഴ്സിൻ്റെ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി അതാണ് പഠിക്കാൻ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷനിലുള്ളത് നമ്മൾ ഏതൊക്കെ പഠിച്ചു? ക്ലോസർ പഠിച്ചു, കമ്മ്യൂട്ടേറ്റിവിറ്റി പഠിച്ചു, പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി പഠിച്ചു. എത്രയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി? 1. അതായത് വണ്ണ് ഏതുകൊണ്ട് ഇൻറ്റു ചെയ്താലും 1 തന്നെ ആൻസർ. അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1ഉം അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാവേ. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ 1നെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം സംഖ്യ. അഡിറ്റീവ് അതായത് 0 ഏത് സംഖ്യയോട് 0 കൂട്ടിയാലും സെയിം സംഖ്യ അല്ലേ? 12 + 0 എന്ന് പറഞ്ഞാലും 0 ആണ്. -12 + 0 എന്ന് പറഞ്ഞാലൊക്കെ തന്നെയാണ് 0. ഇനി 12 × 1 എന്ന് പറഞ്ഞാൽ 12 ആണ്. -12 × 1 എന്ന് പറഞ്ഞാൽ -12 ആണ്. സെയിം സംഖ്യ തന്നെ കിട്ടും. അതിനാണ് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പം ഓർത്തിരിക്കണം, അഡിറ്റീവ് ഐഡന്റിറ്റി 0യും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1ഉം ആയിരിക്കും കേട്ടോ. ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിനൊക്കെ വരുന്നതാണേ. എഴുതാതെ വരരുത് കേട്ടോ, ഭീഷണിയല്ലേ. ഓക്കെ, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന അസോസിയേറ്റിവിറ്റി ഫോർ മൾട്ടിപ്ലിക്കേഷൻ. അസോസിയേറ്റ് ചെയ്യുക നമ്മൾ പഠിച്ചായിരുന്നു. അസോസിയേറ്റിവിറ്റി എന്താണ്? അതിൻ്റെ എന്താണ് മെയിൻ ആയിട്ടുള്ള ജനറൽ ഫോർമുല? A + B + C എന്ന് പറഞ്ഞാൽ ഇത് അഡീഷൻ്റെ കേട്ടോ. A + B + C ഇങ്ങനെ വരും. ഇതാണ് അസോസിയേറ്റ് ചെയ്ത് ഈ രണ്ടെണ്ണം ഇത് അസോസിയേറ്റ് ചെയ്താൽ സെയിം കിട്ടും എന്നാണ് പറയുന്നത്. നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് വരും? ഇത്രയേ ഉള്ളൂ. A × B × C എന്ന് പറഞ്ഞാൽ A × B × C സെയിം ആണ് വരുന്നത്. അസോസിയേറ്റിവിറ്റി അഡീഷൻ വരുമ്പോഴത്തേക്കും പ്ലസ് സൈനാണ് വരുന്നെങ്കിൽ ഇവിടെ എന്ത് വരും? മൈനസ് സൈനാണ് വരുന്നത്. ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇൻഡിജേഴ്സ് ഇത് ആപ്ലിക്കബിൾ ആണോ? ഇൻഡിജേഴ്സിന് ആപ്ലിക്കബിൾ ആണോ? അതോ അസോസിയേറ്റ് ചെയ്താൽ സെയിം സംഖ്യ തന്നെ കിട്ടുമെന്ന് നോക്കാം. ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് -3 -2 5. ഞാനതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. ആദ്യം അസോസിയേറ്റിവിറ്റി അനുസരിച്ച് -3 × -2 ഇത് ബ്രാക്കറ്റിൽ × 5 ഇങ്ങനെ ചെയ്യും. പിന്നെ അടുത്ത എങ്ങനെയാണ്? -2ഉം 5ഉം കൂടെ ചെയ്യും. -3 × -2 × 5 ഇതാണല്ലോ നമ്മുടെ എന്താ A × B × C എന്ന് പറഞ്ഞാൽ A × B × Cക്ക് തുല്യമായിരിക്കണം. ഇതല്ലേ നമ്മൾ പറഞ്ഞു വരുന്നത്. പേര് അതുപോലെ എഴുതി. ആദ്യം എന്ത് എഴുതി? ആദ്യത്തെ രണ്ടെണ്ണം അസോസിയേറ്റ് ചെയ്തു. അസോസിയേറ്റ് ചെയ്ത് അവരെ ഒരുമിച്ചാക്കിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോഡ് മാസ്. ഓർക്കുന്നില്ലേ? ബോഡ് മാസ് അതായത് നമ്മുടെ കാൽക്കുലേഷൻ്റെ ആ മെത്തേഡാണ്. ചുമ്മാ ഒന്നും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല മക്കളെ. ആദ്യം ബ്രാക്കറ്റിൽ കിടക്കുന്നത്, പിന്നെ എന്താണ്? ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അങ്ങനെയാണ് നമുക്ക് ഒരു പ്രോബ്ലത്തിൽ പലത് വരുവാണെങ്കിൽ, പല കാൽക്കുലേഷൻ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം അത് ചെയ്യണം, ബ്രാക്കറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ അടുത്ത മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ബ്രാക്കറ്റ് ചെയ്യാം. 3 × 2 അതല്ലേ ബ്രാക്കറ്റ്? 3 × 2 എന്നാണ് 6. വെറും 3 × 2 ആണ്. അല്ല, -3 × -2 2 മൈനസ് വന്നാൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും മക്കളെ? പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ട് കേട്ടോ. പ്ലസ്. അപ്പോൾ ഇത് 2 ആയി പ്ലസ് ആയി. പ്ലസ് ഇടണോ? വേണ്ട, ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. പ്ലസ് ഉള്ളതില്ല. പിന്നെ × 5. അപ്പോൾ എത്ര കിട്ടി? ഇത് രണ്ടും സൈൻ ഒന്നുമില്ല, വെറുതെ മൾട്ടിപ്ലിക്കേഷൻ. 6 × 5 30 കിട്ടി അല്ലേ? അപ്പൊ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തപ്പോൾ 30 കിട്ടി. ഇനി തിരിച്ച് അസോസിയേറ്റ് ചെയ്ത് ലാസ്റ്റത്തെ രണ്ടെണ്ണം ചെയ്തത് സെയിം തന്നെ കിട്ടുമോ നോക്കാം. എന്നാലേ ഇതിനകത്ത് ഇവർ ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ നോക്കാം. ആദ്യം അതുപോലെ തന്നെ എഴുതാൻ ഒറ്റയ്ക്ക് കിടക്കുമല്ലേ? ഇൻറ്റു ബ്രാക്കറ്റിലുള്ളത് ചെയ്യാം. എത്രയാണ്? 5 × 2 5 × 2 10. ഓക്കെ, നോക്കിയേ, ഒരു മൈനസും ഒരു പ്ലസും. ഒരു മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എന്നായിരിക്കും മക്കളെ ആൻസർ? പറഞ്ഞു. ആൻസർ എന്നാന്ന് പറഞ്ഞു? മൈനസ്. നിങ്ങൾക്കറിയാം, പഠിച്ചിപ്പോ അല്ലേ? മിടുക്കന്മാരും മിടുക്കികളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എത്ര വരും? -10 കണ്ടോ? ഇനി 3 × 10 30. പിന്നെ 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ എന്താ വരുന്നത്? 2 - 1 ++ 30 കിട്ടി. കണ്ടോ? ആദ്യത്തെ അസോസിയേഷൻ ചെയ്തപ്പോഴും രണ്ടാമത്തെ രണ്ട് സംഖ്യ തമ്മിൽ അസോസിയേറ്റ് ചെയ്തപ്പോഴും സെയിം ആൻസർ ആണ് മക്കളെ കിട്ടിയത്. അപ്പൊ ഇവർ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അംഗീകരിക്കുന്നില്ലേ? ഉണ്ടല്ലോ. മൾട്ടിപ്ലിക്കേഷനിൽ ഇൻഡിജേഴ്സ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. കണ്ടോ? A × B × C എന്ന് പറഞ്ഞാൽ A × B × Cക്ക്
തുല്യമാണ്. ഒരെണ്ണം അവർ അംഗീകരിച്ചു. ഇനി എല്ലാം ഒന്നും അംഗീകരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കട്ടെ. അടുത്തത് നോക്കാം. എന്തൊക്കെയാണ്? 7 × -6 × 4 ആണ്. അപ്പൊ ഇത് രണ്ടെണ്ണം ബ്രാക്കറ്റിൽ ആദ്യം ചെയ്യാം. ഓക്കെ, 7 × 6 42 +7 -6. അപ്പൊ എന്നാ കൊടുക്കും? -42 × 4 എത്രയാണ് മക്കളെ, പറയാവോ? 4 2 168. ഇത് മൈനസ്, ഇത് പ്ലസ് അല്ലെ. -42 +4 ആണ്. മൈനസ് ഇൻറ്റു പ്ലസ് എത്ര ആൻസർ? മൈനസ്. അപ്പം -168 ആണ് കിട്ടിയത്. ഇനി തിരിച്ച് ഇപ്പുറത്ത് അസോസിയേറ്റ് ചെയ്യാം. 7 × ആരൊക്കെ? -6ഉം -4ഉം കൂടെ ബ്രാക്കറ്റിൽ കൊടുത്ത് നോക്കാം. 7 ആദ്യം എഴുതി. ഇത് പ്രോബ്ലംസ് ചെയ്യാൻ വരും കേട്ടോ. ഇതുപോലെ തന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രോബ്ലം തരും, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെയ്യാൻ അല്ലെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഇത് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെയ്യാൻ മനസ്സിലായില്ലേ? ആദ്യത്തെ രണ്ടെണ്ണം പെയർ ചെയ്തിട്ട് അത് ചെയ്തിട്ട് മൂന്നാമത്തത്. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് എത്ര വരും? 24. 6 × 4 എത്രയാണ്? 24. ഇത് മൈനസ്, ഇത് പ്ലസ്. പ്ലസ് ഇൻറ്റു മൈനസ് എത്ര വരും? മൈനസ്. കണ്ടോ? ഇനി എന്നാ ചെയ്യാൻ പോകണം? 7 × 24 ഞാൻ ചെയ്യാൻ പോകും. 7 × 24 ചെയ്തേ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തേ. 7 28 2 16 +7 -24. ആൻസർ എത്രയാണ്? മൈനസ്. കിട്ടിയല്ലോ. അപ്പൊ ഇവർ അംഗീകരിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്നാ എഴുതും? ഇപ്പൊ നമ്മൾ ചെയ്ത ആരുടെയാണ്? ഇൻറ്റിജേഴ്സ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ, ഹോൾ നമ്പേഴ്സ് അല്ല. ഹോൾ നമ്പേഴ്സ് ഓൾറെഡി ആണ് നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചില്ല. ഓക്കെ, ഹോൾ നമ്പേഴ്സ് ഇതിനകത്ത് അംഗീകരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എഴുതാം. എന്താണ്? ഇൻറ്റിജേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അല്ല കേട്ടോ. ഇൻറ്റിജേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ചെയ്യുമെന്ന്. അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, അസോസിയേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. എന്താ, യോജിച്ചു പോകുന്ന ആൾക്കാരാണ്. അതായത് എങ്ങനെ ചെയ്താൽ ആദ്യത്തെ രണ്ടെണ്ണം പെയർ ചെയ്തിട്ട് മറ്റേത് മൾട്ടിപ്ലൈ ചെയ്താലും, അല്ലാതെ അത് രണ്ടാമത്തെ സെക്കൻഡ് ആൻഡ് തേർഡും ഒരുമിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഫസ്റ്റുമായിട്ട് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രോഡക്റ്റ് ഓഫ് 3 integers നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ഗ്രൂപ്പിംഗ്. അതായത് അതാണ് പറഞ്ഞത്, ഗ്രൂപ്പിംഗ് എങ്ങനെ ഗ്രൂപ്പ് ചെയ്താലും ഒരു പ്രശ്നമില്ല, അസോസിയേറ്റീവ് ആണെന്ന്. ഇവർ തമ്മിൽ ഗ്രൂപ്പ് ചെയ്താലും എങ്ങനെ ചെയ്താലും ഒരു പ്രശ്നമില്ല. ഏത് ഗ്രൂപ്പിലിട്ടാലും അവർ പോകും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. മറക്കുവോ? അസോസിയേറ്റീവ് എന്ന് കേൾക്കുന്ന ഉടനെ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണ്ട. ഇതാണ് കണ്ടോ, A × B × C is equal to A × B × C. ഇങ്ങനെ ബ്രാക്കറ്റ് വരും. ഇനി ഇത് അഡീഷൻ ആണെങ്കിലോ ഇതെല്ലാം പ്ലസ് ആകും. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണെങ്കിൽ ഇങ്ങനെ വരും, ഇവിടെ എല്ലാം പ്ലസ് ആകും. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എല്ലാം എന്നാ വരുന്നേ ഉള്ളൂ? മൈനസ് വരുമെന്നേ ഉള്ളൂ മക്കളെ. മനസ്സിലായി? ഇതാണ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, പഠിച്ചില്ലേ? മനസ്സിലായില്ലേ? എനിക്കറിയാം മനസ്സിലാവും. ഞാൻ ഇത്രയും സിമ്പിളായിട്ടല്ലേ പറയുന്നത് മക്കളെ. നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ കാണണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായെന്ന് തന്നെ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.